ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, വെർച്വൽ വേൾഡ് പോസിബിലിറ്റീസ് ആൻഡ് ചാലഞ്ചസ് എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മളിന്ന് ജീവിക്കുന്ന ലോകം അതൊരു ഡിജിറ്റൽ വേൾഡാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് സാധ്യതകളും അതോടൊപ്പം ഒരു ദാഴിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചാലഞ്ചുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. വിരൽത്തുമ്പിൽ നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു ദാഴി ഇസ്ലാമിനെ ലോകത്ത് പരിചയപ്പെടുത്തണമെങ്കിൽ ഒരു കുറഞ്ഞ ഓഡിയൻസിലേക്കായിരുന്നു ഒരു ശ്രമം കൊണ്ട് നടന്നിരുന്നത്. നമ്മളൊരു നാട്ടിലേക്ക് പോകുന്നു, ആ നാട്ടിൽ പോയിട്ട് നമ്മൾ ഇസ്ലാമിൻ്റെ പ്രചരണം അല്ലെങ്കിൽ വഅദ് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് കേൾക്കുന്ന ഒരു ചെറിയൊരു സമൂഹം മാത്രമാണ് ആദ്യകാലങ്ങളുണ്ടായിരുന്നത്. പിന്നീട് ഓഡിയോ റെക്കോർഡിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും ഒക്കെ വന്നപ്പോൾ അത് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ നമുക്ക് 1000 അതല്ല 10,000 ലക്ഷം കോടി ഇങ്ങനെ ഓഡിയൻസിലേക്ക് എത്തുന്നതിന് നമ്മുടെ മുമ്പിലുള്ള ഒരു ഡിവൈസ്, ഒരു ഗാഡ്ജറ്റ്, നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ, റെക്കോർഡ് ചെയ്യാനുള്ള ഡിവൈസ്, ഇങ്ങനെ വളരെ ചെറിയ പരിമിതമായ സംഭവങ്ങൾ കൊണ്ട് നമുക്ക് വലിയൊരു ഓഡിയൻസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ ദഅവ നടത്തുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം, അതിലെ ചലഞ്ചസ് എന്താണ് എന്നാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് ഇവിടെ സംവദിക്കാനുള്ളത്. നമുക്ക് ഒരു വെർച്വൽ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉണ്ട്, ഓൺലൈൻ കമ്മ്യൂണിറ്റീസും ഉണ്ട്. ഇന്നിപ്പോൾ അത് മെറ്റാവേഴ്സും അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലെയുള്ള ഒരു വെർച്വൽ വേൾഡ് തന്നെ അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അനുഭവിക്കാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അവിടെ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു വൈഡർ കമ്മ്യൂണിറ്റിയിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവ് സൈഡാണ്. നമ്മുടെ മെസ്സേജ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നവരിലേക്കും എത്തിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സംവിധാനം നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ അതിൻ്റെ അറിവ് തേടി പോകുമ്പോൾ അത് വളരെ പരിമിതമാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ കിതാബുകളും അത് ഓൺലൈൻ ലഭ്യമാണ്. ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് ഇനി അറബിയിലുള്ള കിതാബാണ്, അറബി മനസ്സിലാവാത്തവർക്കാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഇനി അതല്ല, അതിന് കേട്ട് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഓഡിയോ ട്രാൻസ്ലേഷനോ ട്രാൻസ്ക്രിപ്ഷനോ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോളജ് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അതിനെ നമ്മളൊരു ദഅവ നമ്മൾ ഒരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഗ്ലോബലി എത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് വുളു ഉണ്ടാക്കുന്നത് നേരത്തെ നമുക്കിപ്പോൾ ഒരു വഅദിൽ വന്ന് പ്രസംഗിപ്പിക്കാം. അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു LCD ക്ലിപ്പുകൾ വെച്ചും മറ്റുമൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 2D ആനിമേഷനോ 3D ആനിമേഷനോ ഒക്കെ ഉണ്ടാക്കി തന്നെ എന്ത് ചെയ്യാം, ഗ്ലോബലി എത്തിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയും നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടും
നമുക്ക് ചുറ്റും ഓരോ കാലഘട്ടങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ആ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഡിവൈസുകളുടെ പ്രൈമറി ഓഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി ഉദ്ദേശം ഇങ്ങനെ ദഅവ നടത്തലല്ല. ഒരു മെറ്റീരിയൽ വേൾഡിൽ ആ മെറ്റീരിയൽ വേൾഡിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡിവൈസുകളാണ്, സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ അതിൻ്റെ മുഖ്യവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ദഅവത്ത് സാധ്യമാവുമെങ്കിലും അതിൻ്റെ ഒരു വലിയ ഭാഗം കിടക്കുന്നത് ഒന്നുകിൽ മിസ്ഇൻഫർമേഷൻ ഉണ്ടാകും, അതല്ലെങ്കിൽ പിന്നെ ആസ്വദിക്കാനുള്ള വകുപ്പുകളായിരിക്കാം. അപ്പം അങ്ങനെ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളാണ് ഒരു മെജോറിറ്റി ഈ സൈറ്റുകളിലും സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾക്ക് നമുക്ക് കാണുന്നത്. മറ്റൊന്ന്, നമ്മളൊരു വെർച്വൽ വേൾഡുമായിട്ട് സംവദിക്കുമ്പോൾ നമ്മുടെ വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ മുമ്പിലൊരു ഓഡിയൻസ് ഇരിക്കുമ്പം ആ ഓഡിയൻസിൻ്റെ ഒരു ബോഡി എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. വെർച്വൽ വേൾഡിൽ എങ്ങനെ ഇത് സാധ്യമാക്കും? അപ്പോൾ നമ്മൾ കുറേ ഇൻഫർമേഷൻ കൊടുക്കുന്നു, കുറേ ആൾക്കാർ കേൾക്കുന്നു. ഇപ്പോൾ ഒരു സൂം മീറ്റിംഗ് നമ്മൾ വിളിക്കും, പലരും സൂമിലൊക്കെ പങ്കെടുത്തവരായിരിക്കും. എത്ര കണ്ട് അറ്റൻഷൻ നമുക്ക് അതിലേക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് ഒരു സാധാരണഗതിയിലുള്ള ഇത്തരം ടെക്നോളജി സംവിധാനങ്ങളിൽ നമ്മളൊരു ഓഡിയൻസുമായിട്ട് സംവദിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അവരായിട്ട് ഒരു ഫീലിംഗ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു വലിയൊരു പരിമിതിയാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മിസ്ഇൻഫർമേഷനും ക്യാൻസൽ കൾച്ചറും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സ്പേസാണ് ഈ പറഞ്ഞ ഈ ഒരു ഏരിയ. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഓരോ ദിവസവും എന്നുള്ള പോലെ പല കമ്പനികൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇന്നിപ്പോൾ നേരത്തെ ഉച്ചയ്ക്ക് ഒരു ഉസ്താദുമായിട്ട് സംസാരിച്ചപ്പോൾ ChatGPT-യിൽ ഒരാൾ രണ്ടാം വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ വിവാഹത്തിലെ കുട്ടിക്ക് അല്ലെങ്കിൽ മകന് രണ്ടാമത്തെ ഭാര്യയായിട്ട് റിലേഷൻ എന്താണ്? മെഹ്റമാണ്. മെഹ്റമല്ലേ? മെഹ്റമാണ്. പക്ഷെ ChatGPT പറഞ്ഞു മെഹ്റമല്ല. എന്നാൽ ChatGPT-യോട് പിന്നെയും സംവദിക്കുമ്പോൾ ChatGPT പറയുകയാണ് അത് ഇമാം നവവിയുടെ ഇന്ന കിതാബിനെ ബേസ് ചെയ്തുകൊണ്ട് മെഹ്റമല്ല, ഇബാറത്ത് കൊണ്ട്. അപ്പോൾ ChatGPT ഇബാറത്ത് തരികയാണ്. അപ്പോൾ ഇബാറത്ത് കോട്ട് ചെയ്തതാണോ അല്ല മാനിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബാറത്ത് മാനിയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ സാരാംശം എടുത്തിരിക്കുകയാണ്. അപ്പോഴും എന്നിട്ട് ChatGPT-യൊക്കെ തിരിച്ചു കൊടുക്കുകയാണ്, ഈ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, ഇതാണ് ആ ഇബാറത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോഴും ChatGPT എന്ത് ചെയ്യുന്നില്ല, ഇവിടെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതുണ്ടാക്കുന്ന ദുരന്തം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു ജനറേഷൻ കഴിയുമ്പോൾ നമുക്കെന്നെ പറയാം, നമ്മളൊക്കെയും ഗൂഗിളിനെ സെർച്ച് ചെയ്യുന്നവരാണ്. ഗൂഗിൾ സെർച്ചിങ്ങിൽ നമുക്ക് ഒരു 10 സോഴ്സ് കിട്ടിയാൽ ആ 10 സോഴ്സിൻ്റെ ഒരു 4-5 നമ്മൾ നോക്കി നമുക്ക് പറയാം, ഓക്കെ ഇത് നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയത്തിൽപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഇതൊരു റോങ് ഇൻഫർമേഷൻ തരുന്നതാണെന്ന് പറഞ്ഞ് നമുക്കെന്ത് ചെയ്യാം, കുറച്ചുകൂടെ കറക്റ്റ് എന്ന് നമുക്ക് തോന്നുന്ന സൈറ്റുകളിൽ പോയിട്ട് ഇൻഫർമേഷൻ എടുക്കാം. ChatGPT എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ അങ്ങ് എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യന് ഒരു ആൻസർ തരികയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉസ്താദിനോട് പോയി ചോദിച്ചാൽ ഉസ്താദ് എന്താണോ മറുപടി തരുന്നത്, അവിടെ ഉസ്താദ് ഇന്ന കിതാബിൽ ഇന്ന ഇബാറത്തുണ്ട്, വേറൊരു കിതാബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു കിതാബിൽ ഇങ്ങനെ റെഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല ഉസ്താദ് നമുക്ക് ആൻസർ തരുന്നത്. ഉസ്താദ് നമ്മുടെ ചോദ്യത്തിന് മറുപടി തരികയാണ്, ആധികാരികമായൊരു മറുപടി തരികയാണ്. ഇതേ രൂപത്തിലാണ് ChatGPT പോലെയുള്ള മോഡലുകൾ മറുപടി നൽകുന്നത്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ
ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുക ChatGPT-യോടായിരിക്കും. ChatGPT പറയുന്നത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഈ പറഞ്ഞ ഇനി റെഫറൻസുകൾ പോലും, ഈ പറഞ്ഞ റെഫറൻസ്, ഇപ്പോൾ നേരത്തെ ഒരു റെഫറൻസ് പറഞ്ഞു, ആ റെഫറൻസ് റോങ് ആയിരുന്നു. അപ്പോൾ റെഫറൻസ് റോങ് ആണെന്ന് അസസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇല്ലെങ്കിൽ ആ പറഞ്ഞത് കറക്റ്റാണ് എന്ന് കരുതിയിരിക്കും. ഈ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് നമ്മൾ ഭാവിയിൽ കാണേണ്ടതാണ്. അപ്പോൾ അതിനെങ്ങനെ കൗണ്ടർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, അതിപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വലി ഒന്നും പറ്റില്ല. നമുക്കിപ്പോൾ പിന്നെ നല്ലൊരു, എൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ ദൈവ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമ്മൾക്ക് പിന്നെ ഇത്തരം ടെക്നോളജികൾ വരുമ്പോൾ വളരെ നേരത്തെ തന്നെ ആ ടെക്നോളജികളെ നമ്മുടെ സൈഡിലോട്ടേക്ക് മാറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സൈറ്റുകൾ ഏതെങ്കിലും LLM ലാർജ് ലാംഗ്വേജ് മോഡലിന് വേണ്ടി ട്രെയിൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വേണ്ട ഇൻപുട്ടുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു സൈഡിൽ നമുക്ക് ചെയ്യാവുന്നത്. മറ്റൊരു സൈഡിൽ ഇനിയും വലിയ ടെക്നോളജികൾ വരും. അപ്പോൾ എങ്ങനെയാണ് ഒരു ടെക്നോളജി വരുന്നത് നമുക്ക് മനസ്സിലാകുക? ടെക്നോളജികൾ വരുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുകയല്ല. ഇപ്പോൾ നമ്മുടെ പിന്നെ എല്ലാവരും ഇപ്പോൾ LED ബൾബുകൾ യൂസ് ചെയ്യുന്നവരാണ്. LED ബൾബുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ വില വളരെ കൂടുതലായിരുന്നു. അന്ന് ടെക്നോളജി തന്നെ അത് ഒരു വൈറ്റ് കളറിൽ LED ബൾബ് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു ചലഞ്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്ത് ഇന്നിപ്പോൾ എത്തുമ്പോൾ നമ്മുടെ അടുത്ത് ഫിലമെൻ്റ് ബൾബ് ഇല്ല, LED ബൾബ് എവിടെ പോയാലും ഇല്ല. അപ്പോൾ ഒരു സമയം കൊണ്ട് ഒരു ടെക്നോളജി എന്ത് ചെയ്യാണ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാം. ഇതാണ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഏതൊരു ഡിവൈസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം വരുമ്പോൾ നമ്മൾ അന്ന് ഇതൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കിതിനെ പ്രതിരോധിക്കേണ്ടതെന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത്തരമൊരു ടെക്നോളജി വരുന്നതിന് മുമ്പ് നോർമൽ കേസിൽ ഇപ്പോൾ ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തം നടത്തിയ ആൾ പേറ്റൻറ്റ് ചെയ്യും. പേറ്റൻ്റ് അറിയില്ലേ? പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്കൊരു വിങ്ങുണ്ട്, പാറ്റൻറ്റുകൾ വായിച്ച് എന്താണ് പാറ്റൻറ്റുകൾ, എന്താണ് ടെക്നോളജി. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അടുത്തൊരു 10-15 വർഷം വരാൻ പോകുന്ന ചില ടെക്നോളജികളെങ്കിലും ഇതിന് ബേസിസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ടെക്നോളജി സ്കൗട്ടിങ് നിർബന്ധമാണ്. ഒരു സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു യുദ്ധമുഖത്തൊക്കെ ഒരു നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞു കൊടുത്തു വിചാരിക്കും, അതിനെ സ്കൗട്ട് എന്ന് പറയും. അപ്പോൾ ടെക്നോളജി സ്കൗട്ടിങ്, ഒരു ടെക്നോളജി വരുന്നത് എന്താണ് എന്ന് നേരത്തെ പഠിക്കുന്ന, ആ ടെക്നോളജി ഇറങ്ങിയതിന് ശേഷമല്ല, ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു ടെക്നോളജി വരുന്നതിന് മുമ്പ് കുറേ റിസർച്ച് പേപ്പറുകളും മറ്റും പുറത്തിറങ്ങും. അപ്പോൾ ഇൻ്റർനാഷണൽ ജേണലുകളും റിസർച്ച് പേപ്പറുകളിലും വരുന്ന ഇത്തരം ടെക്നോളജി വിഷയങ്ങളെ നമ്മൾ നിരന്തരമായി വായിച്ച് അപഗ്രഥിച്ച് നമ്മുടെ റിസർച്ചുകളും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് ആക്ച്വലി ഇത്തരം പിന്നെ ഈ ഒരു ടെക്നോളജി സ്പേസിൽ നമ്മുടെ അതിനെങ്ങനെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ അത്തരം കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുക, അല്ലെങ്കിൽ അത്തരം കാലഘട്ടത്തിൽ നമ്മൾ ദൈവപ്രവർത്തനം നടത്തുക എന്നുള്ളതിന് നമുക്ക് കുറേ കൂടെ ഉപകാരമാവുക. അപ്പോൾ ഈ ഒരു മേഖലയിലാണ് ശരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ പോകേണ്ടത്. സാധ്യതകളെ ഉപയോഗപ്പെടുത്തുമ്പം കുറച്ചുകൂടെ ദൈവ വിദ്യാർത്ഥികൾ റിസർച്ചുകളിലേക്ക് പോവുക. റിസർച്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഏരിയ സ്പെഷ്യലൈസ് ചെയ്ത് ഇസ്ലാമിൻ്റെ ദഅവ മേഖലകളിൽ എങ്ങനെയാണ് ആ ഏരിയ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ മേഖലകളിൽ മുഴുവനും ഇൻഫർമേഷനും നമുക്ക് ഈസിലി അവൈലബിളാണ്. അപ്പോൾ അത്തരം ഈസിലി അവൈലബിളായ ഇൻഫർമേഷൻസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലകൾ സ്പെഷ്യലൈസ് ചെയ്താൽ തീർച്ചയായും ദഅവ മേഖലകളിൽ വരുന്ന ടെക്നോളജി എന്താണെന്നും അതിന് അത്തരം സമയങ്ങളിൽ ഇപ്പം AI വരുമ്പം AI എങ്ങനെ കൗണ്ടർ ചെയ്യാം, AI നമ്മൾ നിരാകരിച്ചതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പം AI വരുമ്പോൾ നമ്മുടെ AIക്കും റെഡിയാവുക എന്നുള്ളതാണ് നടക്കേണ്ടത്.
അതുപോലെ ഇനി ഫ്യൂച്ചറിൽ മറ്റൊരു ടെക്നോളജി വരികയാണ്. ലെറ്റ്സ് ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിങ് അതിൻ്റെ ഒരു റിസർച്ച് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും റിസർച്ചാണ്. പക്ഷേ വൺസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ കമ്പ്യൂട്ടിംഗ് പവർ നോക്കിയാൽ ഇന്നത്തെ എത്രയോ 10 മടങ്ങ് കമ്പ്യൂട്ടറുകൾ, ഒരു 1000-10,000 കമ്പ്യൂട്ടറുകൾ പ്രോസസ്സ് ചെയ്യുന്ന അൽഗോരിതം ഒരു സിംഗിൾ ക്വാണ്ടം കമ്പ്യൂട്ടറിനെ കൊണ്ട് പറ്റും. അപ്പോൾ അത് ആ കാലഘട്ടത്തിലുണ്ടാക്കുന്ന ചലഞ്ചസ് കുറേ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ ഓവർകം ചെയ്യുക? പിന്നെ ഈ ടെക്നോളജികൾ തന്നെയും നമ്മുടെ വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ നമ്മളെ ഇസ്ലാമിക ആചാരങ്ങളെയും കർമ്മങ്ങളെയും അല്ലെങ്കിൽ നമ്മളെ സ്പിരിച്വാലിറ്റിയെയും ഒക്കെയും എടുത്ത് കളയുന്നുണ്ട്. ഇപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യാം. നമ്മളിപ്പം പോയിട്ട് ഒരു നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഈവൻ സലാം വീട്ടിയ ഫസ്റ്റ് നമ്മൾ എടുത്തു നോക്കുക മൊബൈൽ ഡിവൈസ്. ഉടനെ തന്നെ നമ്മൾ വാട്സപ്പ് തുറന്ന്, എന്നിട്ട് പിന്നെ നമ്മളിനി സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ടെങ്കിലും ഒരു കയ്യിൽ വാട്സപ്പ് ഓപ്പൺ ആണ്, അതിൽ മെസ്സേജ് വായിച്ചുകൊണ്ടായിരിക്കും വേറെ സൈഡിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നത്. മറ്റൊരു സൈഡിൽ ഇനി ഇമാമ് ആമീൻ പറയുമ്പോഴും ഇവിടെയും ദുആ ചെയ്യുമ്പോഴും നമ്മൾ ആമീൻ പറയുന്നത് ഇത് വായിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഡിവൈസുകൾ, ഗാഡ്ജറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഡിറ്റാച്ച്മെൻറ്റ് നിർബന്ധമാണ്. അപ്പം ഒരു ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്നും നമ്മൾ സ്ലോലി നമ്മളെ സമൂഹത്തെ നമ്മളെന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ലെങ്കിലും ഈ ഒരു കൾച്ചർ സ്ലോലി നമ്മൾ ഇവിടേക്കൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അത് കൊണ്ടുവന്നില്ലെങ്കിൽ എഗെയിൻ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കുറേ ഈ ഡീഗ്രഡേഷൻ, നമ്മുടെ ഒരു വാല്യൂസിലൊരു ഡീഗ്രഡേഷൻ സമൂഹത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ടേക്ക് അവേ നമ്മൾ പറയാൻ പറ്റുന്നത്, ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കുറേ കൂടെ അഡ്വാൻസായി കാര്യങ്ങളെ റിസർച്ച് മോഡിലൂടെ ഒരു ദേവാ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ദേവാ സംവിധാനങ്ങളുടെ ഭാഗം എന്നുള്ള നിലക്ക് നമുക്ക് കുറേ കൂടെ ഈ ടെക്നോളജി സൈഡിൽ റിസർച്ചുകൾ നടത്തി ആ റിസർച്ച് ബേസിസിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പം ICF-നെയാണ് ഞാനിവിടെ പ്രതിനിധാനം ചെയ്ത് എത്തിയത്. ICF അൽഹംദുലില്ലാഹ് വലിയൊരു മുന്നേറ്റമാണ് ഈ വിഷയങ്ങളിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് റിസർച്ച് സൈഡിൽ. അതോടൊപ്പം തന്നെ ഗ്ലോബലി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നതിന് പ്രിഫേഴ്സ് ഇസ്ലാം എന്നുള്ള പേരിൽ വലിയൊരു സംവിധാനം തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റിലൂടെയൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മളൊക്കെയും നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ ഡെഫിനറ്റ്ലി ചലഞ്ചസ് നമ്മൾ നോക്കിയാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. പിന്നെ ഡിസ്ട്രക്റ്റീവ് ടെക്നോളജീസ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. ഇപ്പോൾ ഡിസ്ട്രക്റ്റീവ് ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ നേരിട്ട് ബാധിക്കുന്നതല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ തന്നെ എടുക്കാം. ഇപ്പോൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇന്നേവേ ഇറ്റ്സ് ഒരു ഡിസ്ട്രക്റ്റീവ് ടെക്നോളജിയാണ്. അതായത് നേരത്തെ നടന്നിരുന്ന കൺവെൻഷനലായിട്ടുള്ള ഒരു സംവിധാനങ്ങളുണ്ടായിരുന്നു നമ്മുടെ മൊബൈൽ കോള് എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഓഫീസ് സ്പേസ്, അതൊക്കെ മാറി അതൊരു മൊബൈലിലേക്ക് നമ്മൾ കംപ്ലീറ്റ് മാറി. മൊബൈലിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഈ ഡിവൈസ് തന്നെയും അതൊരു ഈക്വൽ ടു കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലേക്ക് സ്മാർട്ട് ഫോൺ മാറി. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ആ ടെക്നോളജി ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാല്യൂസിനെ എറോഡ് ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഈ ഏത് ടെക്നോളജിയും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക് വാല്യൂസിനെ അത് എഫക്റ്റ് ചെയ്യുന്നതുള്ളതാണ്. ഇത് നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല, എവിടെ പോയാലും ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ എന്താണ് നമ്മൾ വാല്യൂസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് നന്നായിട്ട് നമ്മുടെ ഈ വാല്യൂസിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ കുറച്ചും കൂടെ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം, പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ അരീനയിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഒറ്റമൂലിയൊന്നുമില്ല.
ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പം ആ കാലഘട്ടത്തിൽ ഡിവൈസുകൾ യൂസ് ചെയ്യുക, ആ കാലഘട്ടത്തിൽ സംവിധാനങ്ങൾ യൂസ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. പക്ഷെ അപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് അത് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവ മേഖലകളിൽ എങ്ങനെ മോഡൽ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റൊന്ന്, ഈ ഒരു സ്പേസിൽ ഇടപെടുന്ന ദായികൾ എന്താവണമെന്നുള്ളതാണ്. ഇപ്പോൾ ഡിജിറ്റൽ സ്പേസിൽ ദൈവത്ത് നടത്തുമ്പം അത് തീർച്ചയായും നമ്മുടെ ഒരു ആൾ പേഴ്സണലി പോയി കാണുന്നത് പോലെയല്ല. അവിടെ നമുക്ക് ഒരുപാട്, അതായത് നമ്മളൊരു സ്ഥലത്ത് പോയിട്ടൊന്ന് സംസാരിക്കുകയാണ്, ഒരു ദൈവത്ത് നടത്തിയാൽ അതിൻ്റെ റിയാക്ഷൻ ഇമ്മീഡിയറ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ പോയിട്ട് ഫേസ്ബുക്കിൽ പോയിട്ട് ദൈവത്തിന് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് അവിടെ താഴെ വരും. അതിൻ്റെ ലാംഗ്വേജ് ചിലപ്പോൾ നമുക്ക് ദഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ ഒരു ദായി എന്നുള്ള നിലയിൽ നമ്മുടെ അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കണം? വളരെ പക്വമായിരിക്കണം. അപ്പോൾ അവിടെ പക്വമായിട്ട് നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒരു ദായിയെ സംബന്ധിച്ച്. അങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോസ്റ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് ചെയ്യുമ്പം ആസ് എ റെസ്പോൺസിബിൾ ദായി എന്നുള്ള രീതിയിൽ നമ്മുടെ പോസ്റ്റിലുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു കമൻറ്റിലുള്ള റെസ്പോൺസ് എപ്പോഴും എന്തായിരിക്കണം? മോഡറേറ്റ് ആയിരിക്കണം, പക്വമായിരിക്കണം. സെയിം വേ നമ്മൾക്ക് അറിയുന്ന എല്ലാ നോളജും കൊണ്ടുപോയി പോസ്റ്റ് ഇടേണ്ടതില്ല. ഇപ്പം നമ്മളെവിടെയെങ്കിലും പോവുകയാണ്, അപ്പോൾ ഉടനെ തന്നെ പോയി എനിക്കൊരു ലൈവ് ഇടണം, അതല്ലെങ്കിൽ എൻ്റെ ഒരു പോസ്റ്റ് അവിടെ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. നമ്മളൊരു പോസ്റ്റ് 100 പ്രാവശ്യം ആലോചിക്കുക. എഗെയിൻ നേരത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിലല്ലെങ്കിൽ നമ്മൾ ഒരു ഓഡിയൻസിനോട് സംവദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ സംസാരിച്ചു, ഇതൊന്നും റെക്കോർഡ് ചെയ്യാത്തൊരു കാലഘട്ടത്തിലാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് ഞാൻ ഇറങ്ങി പോകുമ്പോൾ തീർന്നു. ഒരു ഡിജിറ്റൽ സ്പേസിൽ വന്നിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് യുഗത്തിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരിലേക്കും എത്തുകയാണ്. അപ്പോൾ അവിടെ ഞാൻ എഴുതിയ പോസ്റ്റ് ഇസ്ലാമിൻ്റെ 100% നിരക്കാത്തതാണെങ്കിൽ, അതായത് ലെറ്റ്സ് സേ 99, ഒരു 1% വ്യത്യാസമുള്ളതെന്ന് വിചാരിക്കുക, അതിൽ കുറവുകളേ ഉള്ളൂ. ആ കുറവുകൾ പോലും ഇസ്ലാമിനെ ആസ് എ ഹോൾ ആണ് ഇമ്പാക്റ്റ് ചെയ്യുക. അതായത് നമ്മളെന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ദഅവത്താണ്. അതിൻ്റെ ഒരു വിപരീത ഫലമാണ് അത്തരം പോസ്റ്റുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഒരു പോസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിനെക്കുറിച്ച് അതിൻ്റെ നോളജ് കൃത്യമാണോ, അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ ഭാഷ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ഓഡിയൻസിലേക്ക് നമ്മൾ വെക്കുന്ന ലാംഗ്വേജ്, അതിൻ്റെ കണ്ടൻറ്റ്, ഇതൊക്കെയും വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതൊരു ദായിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു സൊസൈറ്റി എന്ന് പറയുന്നത് അദബും റെസ്പെക്റ്റും, അതാണ് നമ്മുടെ ഏറ്റവും കോർ കൺസെപ്റ്റ്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഓൺലൈൻ പോസ്റ്റിലും അത്തരം അദബും റെസ്പെക്റ്റുകളും ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം നമ്മുടെ ഈവൻ ഒരു ദഅവത്ത് നടത്തുമ്പോൾ നമ്മുടെ പോസിറ്റീവ്സിനെ നമ്മൾ പറയുക. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി നിൽക്കേണ്ടതില്ല. ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ തന്നെ പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് എത്രയോ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അവിടെ നമ്മൾ പോയിട്ട് മറ്റുള്ളത് തെറ്റാണ് എന്ന് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇസ്ലാം ശരിയാണ് എന്ന് സമർത്ഥിച്ചാലും മതിയല്ലോ. അപ്പോൾ ഇസ്ലാം ശരിയാണ് എന്ന് നമ്മൾ സമർത്ഥിക്കുമ്പോൾ, അതിൻ്റെ ബ്യൂട്ടിയെ നമ്മൾ സമർത്ഥിക്കുമ്പോൾ തീർച്ചയായും മറ്റുള്ളവരുടെ വിശ്വാസം എന്താണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കലി എന്താകും? തീർച്ചയായും ഇതിൻ്റെ നന്മയെ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ഒരു പോസിറ്റീവ് നറേഷൻ നമ്മുടെ റൈറ്റിങ്ങുകളിൽ കൊണ്ടുവരിക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത്രയാണ് ഈ നമ്മുടെ ടെക്നോളജി സൈഡിലുള്ള ദഅവ. ഒരു കുറച്ചും കൂടി ഒരു ഡ്രൈ സബ്ജക്റ്റാണ്. എൻ്റെ ഓഡിയൻസ് ഐ ഡോണ്ട് നോ അതിനൊരു റിയലി ടെക്നോളജി സൈഡിലുള്ളവരാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ എം നോട്ട് കൂടുതൽ ഇലാബറേറ്റ് ചെയ്യുന്നില്ല.
പിന്നെ നട്ഷൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് ടെക്നോളജി ഇവോൾവ് ചെയ്ത് വരുന്നത്, അതിന് നമ്മൾ ആസ് എ സിംഗിൾ പേഴ്സൺ എന്നുള്ള നിലക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും, ആസ് എ സൊസൈറ്റി എന്നുള്ള നിലക്കൊക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആസ് എ കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ആർട്ടിക്കിളായിരിക്കും പറ്റുക, ചില ആൾക്കാർക്ക് അതിൻ്റെ പോഡ്കാസ്റ്റ് ആയിരിക്കും, ചില ആൾക്കാർ അതിൻ്റെ ക്രിയേറ്റിവിറ്റി സൈഡിലായിരിക്കും പറ്റുക, ചില ആൾക്കാർക്ക് അതിന് കോഡറായിക്കൂടാന്നില്ല, അത് കോഡ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ ആസ് എ ഹോൾ എല്ലാവരും കൂടെ കൂടി വരുമ്പം ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു കൈൻഡ് ഓഫ് ആൻ ഇൻഫ്ലുവൻസ്. മറ്റൊന്ന് ഈ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മോഡറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു റിലീജിയനുണ്ട്. ആ റിലീജിയൻ്റെ ട്രൂ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് മാർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഉണ്ട്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ VR-ഉം വെർച്വൽ റിയാലിറ്റി അങ്ങനെയുള്ള ഇനി കൈൻഡ് ഓഫ് മെറ്റാവേഴ്സ് എന്നൊക്കെ പറഞ്ഞ എല്ലാ ടെക്നോളജീസും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മളെ പ്രസൻസ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ഇതൊക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളായിട്ട് നെഗറ്റിവിറ്റി കൊടുക്കാതിരിക്കുക. ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കൾച്ചർ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കൾച്ചറാണ്. അതായത് നിങ്ങളെപ്പോൾ നോക്കിക്കുക, ഒരു വൈറലാവുന്നൊരു പോസ്റ്റ് എപ്പോഴും അത് പോസിറ്റീവായിരിക്കില്ല, അത് നെഗറ്റീവായിരിക്കും. അപ്പോൾ അങ്ങനെ നെഗറ്റിവിറ്റിയാണ് ഈ ശരിക്കും സോഷ്യൽ മീഡിയയുടെ ഒരു വൈറൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വീഴാതിരിക്കുക. ഇത്രയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓഡിയൻസിന് എന്തെങ്കിലും ഈ വിഷയത്തിൽ ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. അസ്സലാമു അലൈക്കും. സാർ ലാസ്റ്റ് പറഞ്ഞിടത്തുനിന്നാണ് ചോദിക്കുന്നത്, ഈ നെഗറ്റിവിറ്റി പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞേക്കാം, പോസിറ്റിവിറ്റി വളരെ വളരെ സ്ലോ ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സാറിൽ നിന്നും കേട്ടു, എന്നാലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തും പോസിറ്റിവിറ്റിക്കും അതേമാതിരി സ്പ്രെഡ് ആകാമല്ലോ. നല്ലൊരു എന്താ പറയുക, നല്ല അനുഭവങ്ങളും നല്ല ബ്യൂട്ടിഫുള്ളായ കാര്യങ്ങളൊക്കെ എന്താ സ്പ്രെഡ് ആവാലോ എന്നൊരു ചോദ്യം. അതൊരു അൽഗോരിതത്തെക്കാളും അപ്പുറം അതൊരു ഹ്യൂമൻ നേച്ചറും കൂടിയാണ്. നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വാർത്തകൾ എടുത്ത് നോക്കിക്കോളൂ. ഇവിടെ എത്രയോ പോസിറ്റീവ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. നമ്മുടെ ഏതൊക്കെ ന്യൂസ് നമ്മൾ വായിക്കുന്നത്? ഒരാൾ അമ്മയെ കൊന്നു, മറ്റൊരാൾ അച്ഛനെ കൊന്നു, അല്ലെങ്കിൽ അവിടെ വേറെന്തെങ്കിലും സംഭവിച്ചു. ഇതാണ് ഒരു ന്യൂസ് കൾച്ചർ. നമ്മുടെ ഇൻട്രസ്റ്റ് അത്രയേ ഉള്ളൂ. ഇത് ഒരു ഗ്ലോബൽ അറീനയിലുള്ളതാണ്. ഇപ്പം നമ്മൾ ഗ്ലോബലി തന്നെ എടുത്ത് നോക്കിയാൽ ഒരു ക്യാൻസൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് പോസ്റ്റ് ട്രൂത്ത്, അസത്യത്തെ സത്യമാക്കി മാറ്റുന്ന ഒരു കൾച്ചർ, അത് ലോകത്ത് മൊത്തമുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെൻസിറ്റീവൈസ് ചെയ്തിട്ട് ഇപ്പം അതായത് ഒരു റിലീജിയൻ, ആ റിലീജിയനിലെ ആൾക്കാരുണ്ടാവും, അതിൻ്റെ ട്രൂ ബിലീവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ഉള്ള ഒരു ആർട്ടിക്കിൾ വരുമ്പോൾ അതെന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി അത് അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി അവരത് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ലോകത്ത് മൊത്തം ഉള്ളത്. അത് ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി മുസ്ലിങ്ങൾക്ക് കിട്ടിയാൽ മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുറവൊന്നുമല്ല ഞാനിപ്പോൾ പറഞ്ഞത്, എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് എന്താണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. പിന്നെ അൽഗോരിതം ചിലപ്പോൾ എന്ത് ചെയ്യാം, ബൂസ്റ്റിങ് കൊടുത്തേക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓഡിയൻസ് നിർബന്ധമാണ്. ഇപ്പം ഈ ഏതൊരു സോഷ്യൽ മീഡിയ സംവിധാനവും നിലനിൽക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് യൂസേഴ്സിനെ ബേസ് ചെയ്താണ്. അവർക്കും അറിയാം എന്താണ് നെഗറ്റീവ് കൾച്ചറാണ്
വൈറലാവുക എന്നുള്ളത്. അപ്പം ഓട്ടോമാറ്റിക്കലി അവരും വേണമെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ബൂസ്റ്റ് ചെയ്യണം. ആരും ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്നത് നാട് നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല. ഐ മീൻ ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ബിസിനസ് മോട്ടീവ് അതിൻ്റെ പുറത്തുണ്ട്. ആ ബിസിനസ് മോട്ടീവ് പിന്നെ യൂട്ടിലൈസ് ചെയ്യാൻ എന്താണോ ടെക്നോളജി, എന്താണോ യൂസ് ചെയ്യേണ്ടത്, അവരത് പോയി യൂസ് ചെയ്യും. അവർ യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹ്യൂമൻ പ്ലസ് ടെക്നോളജി എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ നേച്ചറാണ് അതിനെ കൊണ്ടുപോകുന്നത്.